സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ഡിമെൻസിറ്റി. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും കളിക്കുന്നത്. ആൻഡ് ഈ മെക്കാനിസംസ് ഒക്കെ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അപ്പൊ പരുന്തു വാസു സ്പോൺ, ലെറ്റ്സ് ഗോ. ഇത് എന്തൊക്കെയാണ് പരിപാടി എന്ന് പോലും മനസ്സിലാവണില്ല. ലാസ്റ്റ് ലൊക്കേഷൻ കേട്ടാ, ലാസ്റ്റ് ലൊക്കേഷൻ കൊടുത്തു. ഓ, എയർപോർട്ടിലാണ് വന്ന കേട്ടാ. പുതിയ സിറ്റി, പുതിയ നാട്. അയ്യോ, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം 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 എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ലെറ്റ്സ് ഗോ ഡിമെൻസിറ്റി. അതെ 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 ഉള്ള എയർപോർട്ടാണ് കേട്ടാ. ജസ്സുക്കു, താങ്ക് യു സോ മച്ച് ഫോർ ദ മൈർ 3. ഇത് എയർപോർട്ടാണ്. ഇത് തള്ളേ, ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടേ? വഴി അറിയാവോ? ഇവിടുന്ന് ഒരു വെളിയിലോട്ട് ഡ്യൂട്ടി ഫ്രീ. എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്നത് പോലെ തന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അത് ഫ്രീ അല്ല, ഇതാണ് ഡ്യൂട്ടി ഫ്രീ. കണ്ട സാധനമൊക്കെ കൊണ്ട് ഇഷ്ടം പോലെ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പോ? ഇത് വെളിയിലോട്ട് ഇറങ്ങാനുള്ള വഴി ഇല്ല കേട്ടോ. ഇതല്ല വെളിയിലോട്ട് ഇറങ്ങാനുള്ള വഴി. ഇത് മാപ്പിൽ നോക്കിയിട്ട് വെളിയിലോട്ടുള്ള വഴി അറിയല്ല. രണ്ട് ജേടി എടുക്കുന്നു. ഇതിന്റെ വെളിയിൽ പോകുന്ന എങ്ങനെയാണ് തമ്പുരാൻ അറിയാൻ കേട്ടാ. അത് എയർപോർട്ടാണ്. അത് എയർപോർട്ടിലെ റൺവേയിലോട്ടുള്ള വഴിയാണ്. അത് റൺവേ പോയിട്ട് എന്തിനാണ് ഗൈസ്? എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം. ഡിപ്പാച്ചേഴ്സ്, എക്സിറ്റ് ഒന്നും ഇല്ല. എക്സിറ്റ് എന്ന് പറയേണ്ട സംഭവം ഇല്ല കേട്ടോ ഇതിനകത്തോട്ട്. വെളിയിലോട്ട് ഇറങ്ങാൻ വഴിയില്ല ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം. കണ്ടുപിടിച്ച് വെളിയിലോട്ടുള്ള വഴി കണ്ടുപിടിച്ചേൻ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. തുറന്നിറങ്ങ്. അത്രേ ഉള്ളു. സാധാരണ വിളിക്കാനെങ്കിലും ആരെങ്കിലും വരുന്നായിരുന്നു. ഇനി വല്ല ടാക്സി വിളിച്ച് പോവല്ലേ? അതില് ഫോണുണ്ടോ? ടി വി ബാക്കിയുള്ളവരെ ഇവിടെ വരുമോ? എപ്പോന്നോ അത് അറിഞ്ഞൂടാ ബ്രോ. അവരെപ്പോ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ വരുമായിരിക്കും. സെലക്ട് യുവർ ഫോൺ എക്സ്പീരിയൻസ്. എടാ, ആൻഡ്രോയിഡ്, ഐഫോൺ ബ്ലാക്ക്. വെൽക്കം, സ്റ്റാർട്ട്. ഡാർക്ക്, സ്റ്റാർട്ട്, ഫിനിഷ്. ഫോൺ കുറച്ച് വലുതാണ് കേട്ടോ. ഫോണിന്റെ സൈസ് കുറച്ച് വലുതാണ്. അമ്പോ ഡാനിയൽ ഡിക്സൺ ബ്രോ, താങ്ക് യു 179 ആണ്. ഒരു ചോദ്യം വന്നാൽ പൊങ്ങും പോയാൽ താഴും, എന്താണ്? ചെക്ക് പോസ്റ്റ്. ഡാനിയൽ ഡിക്സൺ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 179. ആടെ നമ്പർ പോലും അറിയാതെ എങ്ങനെയാണടാ ഞാൻ ആരെ വിളിക്കാനാണ്? ലോക്ക് ഇടണ്ടായിരുന്നല്ലേ? ലോക്ക് ഇട്ട ഓരോ സമയം ഇങ്ങനെ അഴിക്കണം. ഇതിനകത്ത് ഇൻവെന്ററിയിൽ വേറെ എന്തോ ഉള്ള ഡ്രൈവിംഗ് ഐഡന്റിഫിക്കേഷൻ കാർഡ്. റെന്റൽ ഇൻസൈഡ് എയർപോർട്ട്. എയർപോർട്ടിൽ റെന്റൽ ഉണ്ടെന്നോ? ഇതെല്ലാം നമ്മളെ പറഞ്ഞു തരുവാണോ? റെന്റലാ? നോക്കട്ടെ. ടാക്സി. ഇതേതാ സെർവർ? ഇതാണ് ഡിമെൻസിറ്റി. ഇന്നോട്ട് ഇവിടെയാണ് കേസ് നമ്മൾ കളിക്കുന്നത്. റെന്റൽ ഇൻസൈഡ് എയർപോർട്ട്. എവിടെയാണ് എയർപോർട്ടിൽ? ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേന് അണ്ണാ പോകല്ലേ, അവരിപ്പോ എയർപോർട്ടിൽ വരും, ബാക്കി ടി വി ചെയ്യുന്നു. എടാ, നീ ഇങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്ത് ഇത് പറയല്ലേ? അതെ ഇവിടെയാന്ന് തോന്നുന്നു ടാക്സി. റെന്റ്. ഓ, ഇത് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കണ ഇവനെ കേട്ടാ. ചില്ലിലിട്ട് വെച്ചിരിക്കുക അവനെ. റെന്റ് വെഹിക്കിൾ. സുൽത്താൻ RS. ഇതെങ്ങനെ? ടൈമർ, പേര്. അമ്പോ, പിന്നല്ല. അപ്പൊ എക്സലാൻറ്റിസ് എന്നോ ബ്രോ? അനൗൺസ്മെന്റ് കേട്ടില്ലേ? 2 സെർവറിലാണ് കളിക്കണത്. ഒന്ന് ഡിമെൻസിറ്റി ആയിരിക്കും ഞങ്ങളുടെ മെയിൻ സെർവർ, 2
എക്സലാൻഡിസ്, ഇത് രണ്ടിലുമാണ് കളിക്കുന്നത്. പിന്നെ അല്ല സാധനം റെന്റെ കാറൊക്കെ ടൈമർ അനുസരിച്ച് ഫെയർ കൂടുമല്ലേ? ഇത് പക്ഷെ ഫെയർ കൂടുന്നില്ല. എടാ ആരെ വിളിക്കും? ആരെ വിളിക്കും ഞാൻ? അതാ ഒരാള്. ഹായ് ബ്രോ. ഹലോ 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 ഹലോ. ഹായ് ബ്രോ, മൈ നെയിം ഈസ് ജൂഡോസ്. ഐ ആം ന്യൂ ഇൻ സിറ്റി. ഹലോ, കേക്കാവോ ബ്രോ? കേക്കാം. ബ്രോയുടെ പേരെന്താ ബ്രോ? എന്റെ പേര് പരന്തോസ്. ഐ ആം ഓൾസോ ന്യൂ ഇൻ സിറ്റി ബ്രോ. ബ്രോ നൈസ്. ഞാൻ ഇവിടെ വണ്ടിയില്ലാതെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ലാൻഡ് ചെയ്തേ ഉള്ളൂ. അവിടെ റെന്റില് കിട്ടുമായിരുന്നല്ലോ ബ്രോ, ഫ്രീ ആയിരുന്നു. എനിക്ക് അറിഞ്ഞോടാ, എനിക്ക് ഇവിടെ അവിടെ ഞാൻ സിറ്റി വന്ന് ഇറങ്ങിയതേ ഉള്ളേ. സെർവറിൽ ആദ്യം സംസാരിക്കുന്നത്. ഓ അതെ ആക്ച്വലി ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വരുന്നത്. എവിടെയായിരുന്നു? ഏത് സിറ്റിയിലായിരുന്നു? ഞാൻ ഇതിനു മുമ്പ് സ്വർഗരാജ്യം എന്ന സിറ്റിയിലായിരുന്നു. ഞാനും ആ കുണ്ണരാജ്യത്ത് തന്നെ ആയിരുന്നു. ഞാൻ പക്ഷെ അവിടെ വെച്ച് അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. എനിക്ക് നല്ല തുടങ്ങണ്ട. ഈ സെർവർ പോയി. എന്തോ സിറ്റിയിൽ ഞാൻ വന്നിറങ്ങിയതുള്ളൂ. എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടേ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന എയർപോർട്ടിലല്ലേ. അപ്പൊ എയർപോർട്ടിന്റെ അടുത്തൊരു തട്ടുകട ഇട്ടാല് ലാഭമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടിന്റെ അവിടെ ഒരു തട്ടുകട ഇടാനുള്ള പ്ലാനിലായിരുന്നു ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ഞാനിങ്ങനെ ഇറങ്ങിയപ്പോ എയർപോർട്ടിൽ സെക്യൂരിറ്റി വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സെക്യൂരിറ്റിന്റെ ജോബിന് ആപ്ലിക്കേഷൻ കൊടുത്താലോ എന്നിരിക്കുക. സെക്യൂരിറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിനു മുമ്പ്? ഇപ്പൊ ഉണ്ട്. പണ്ട് ഞാൻ തെങ്കാശി രാജ്യത്ത് ഒരു വലിയ കുടുംബത്തിന്റെ ഒരു എളിമപ്പെട്ട സെക്യൂരിറ്റി ആയി ജോലി ചെയ്തു. ഞാനും പഴയ നാട്ടുകളിലൊക്കെ ഒരുപാട് തട്ടുകട കേട്ടിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. അതെ. ആ തട്ടുകടയുടെ പേര് എന്തായിരുന്നു? തട്ടുകടയുടെ പേര് ശകുനം തട്ടുകട. ഞാൻ നിന്നൊരു കുടുംബത്തിന്റെ പേര് തക്കുടു ബാവ അധോലോകമായിരുന്നു. ഓ അതാണല്ലേ. അത് വിഷയ ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന്റെ പേര് കേട്ടാ നാളെ ഒത്ത് കിടുകിട പറയും. ആണല്ലേ? പോലീസുകാർക്ക് വരെ അവര് പേടിയായിരുന്നു. അയ്യോ ഒരു മിനിറ്റ്, ഇതെന്താ? ഓ ആ പേര് പറഞ്ഞോണ്ടായിരിക്കുമല്ലോ എന്റെ കൈ വിറയ്ക്കുന്നത്. അതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടാ. അതാ കാര്യത കണ്ട വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ എന്തിനാ അത് പറഞ്ഞത്? കുറച്ചേരം നിർത്തില്ല. എന്നാലും ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും? മുതുക്കൊന്ന് മാർക്ക് ചെയ്യോ? നമുക്ക് മുതുക്കിലോട്ട് പോവാം. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാപ്പാടാണ്. ആണല്ലേ? ഒരേ ഇതായിട്ട് അങ്ങനെ ഒരു സ്ഥലം ഇല്ലെന്നാണ് കാണിക്കണത്. കണ്ട ക്രോസ് കുരിശായിട്ടാണ് വഴി. സത്യം എനിക്ക് ലോഡാവുന്നില്ല. സുഹൃത്ത് ഗായകനാണോ? ഇല്ല, നമ്മള് വെറുതെ ഇങ്ങനെ ബാത്റൂമിൽ മാത്രമേ പാടുള്ളൂ. ലൈവ് കാണാൻ ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറുമില്ല. ഒറ്റയ്ക്ക് കക്കൂസി പോകാറുള്ളൂ. ഇഷ്ടപ്പെടുന്ന ആളാണോ? അയ്യോ റെന്റ് കാർ കേട്ടാ. എനിക്ക് മറ്റേ ഇത് ഇൻവോയ്സ് അടിച്ചു തന്നെ കേട്ടാ. 1300 രൂപ. ആകെ കയ്യിൽ 500 രൂപ ഉണ്ട് കേട്ടോ. 1300 രൂപ റെന്റില്. അല്ല മറ്റേ സ്പീഡ് ക്യാമറ. പോയിട്ട് കഴിഞ്ഞ് ഇനി ഈ സിറ്റിയിൽ ഇനി ഞാൻ മറ്റേ തെണ്ടണം. ഞാൻ ഓൾറെഡി തെണ്ടിക്കൊണ്ടിരിക്കാനുള്ളൂ. എനിക്ക് ലിഫ്റ്റ് തന്നത്. ശരിയാ. ആരോട് പറയാനല്ലേ? അതെ. എനിക്കൊരു സിറ്റിക്കകത്ത് ആകെ ഉള്ള 2 ആൾക്കാർ നമ്മളെ രണ്ടിനും തെണ്ടികളാ. സത്യം പറയാലോ. എന്താ നിനക്ക്? അല്ല ബ്രോ കാശ് തെണ്ടുന്നു, ഞാൻ ലിഫ്റ്റ് തെണ്ടി വന്നു. സെയിം. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി. തിരിച്ചൊന്ന് എയർപോർട്ട് മാർക്ക് ചെയ്യോ? ഞാൻ എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി. അയ്യോ ലഗേജ് എടുത്തായിരുന്നു എയർപോർട്ടിൽ നിന്ന്? ഞാൻ എടുത്തില്ല. എന്റെ ചരക്ക് അവിടെ ഇരിപ്പുണ്ട്. എന്റെ ചരക്ക് ഞാൻ കൊണ്ടുവന്ന ചരക്കെല്ലാം അവിടെ ഇരിക്കുകയാണ്. എല്ലാം കാണാപ്പാടാന്നല്ലേ പറഞ്ഞു? എല്ലായിടത്തും ഒരുപോലല്ലേ? അല്ലല്ല, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചധികം കണ്ടുപിടിക്കാത്തോ മനസ്സിലാവാത്ത. അറിയാൻ പാടില്ല, നമ്മള് മാർക്ക് ചെയ്യാം. സീനില്ല. താങ്ക് യു സുഹൃത്തെ. സിറ്റിയിൽ പുതിയല്ലേ, എല്ലാം വെച്ച് പഠിച്ചിരുന്നേ ഉള്ളു. ഒരു ദിവസം ബ്രോഡ് അത്രയും കുറച്ചുകൂടെ ബെറ്റർ ആവും നമ്മള്.
FAQ അടിച്ചാൽ ഇവന്റെ അടുത്തൊക്കെ നാണം കെട്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഹലോ ഇത് എന്ത് കാപ്പിക്കുരു ഉണക്കായിട്ടിരിക്കുന്ന മാപ്പ് മാർക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ഹലോ ഹലോ ആള് പോയാ? നാട്ടുകാരെ ഓടിയ എന്റെ കൂടെ വന്ന് മച്ചാൻ തട്ടിപ്പോയെന്ന് തോന്നിട്ടിരിക്കുന്നു. ഹലോ തട്ടിപ്പോയി? അറ്റാക്ക് ഒന്നും വന്നില്ല, നോക്കട്ടാ. ഓക്കെ ഓക്കെ ഞാൻ തട്ടിപ്പോയി തീരുത് 10024 എഴുതി തട്ടിപ്പോയ ആള് 10024 10024 അങ്ങനെ ഒരു സ്ഥലം ഇല്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരാടാ നിനക്ക്. ഞാൻ അത് ആദ്യമേ സമ്മതിച്ചില്ലേ ഞാനത്. എനിക്കത് അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് ഇതേ പറഞ്ഞേ. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് സമ്മതിക്കണം. ഞങ്ങൾ പഴയ സിറ്റിയിൽ ഒരുത്തിനെ പരിചയപ്പെട്ടായിരുന്നു, കണ്ണാപ്പിന്ന്. അങ്ങനെ ഒരുത്തനുണ്ട് ആക്ച്വലി. അവന് എന്താ അറിയത്തില്ല സമ്മതിക്കത്തില്ല. എല്ലാം അറിയാന്നുള്ള ഭാവമാണ്. അങ്ങനത്തെ പുണ്ടച്ചിലെ കാണുമ്പോഴേ വെച്ച് കീറി കൊടുക്കാൻ തോന്നുന്നു എനിക്ക്. സത്യം ഞാൻ എനിക്ക് അറിയായിരുന്നു, പക്ഷെ എന്റെ കണ്ണ് കാണുന്നില്ല. അതെ, എനിക്ക് കാപ്പിക്കുരു അടുക്കാനിട്ടേക്കുന്ന അടിക്കിട്ടേക്കുന്ന പോലെയാണ് ഞാൻ എനിക്കത് തുറക്കുമ്പോൾ കാണുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, റെന്റ് കാറിന് ഇത്ര ഫ്യൂലേ ഉള്ളൂ, മനസ്സിലായേ? ഇറങ്ങി അതെ ഇറങ്ങി. കാല കുത്തിയപ്പോഴേ ഇവനെയൊക്കെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇതാ സംഭവിക്കാൻ പോകുന്നു. മച്ചാനെ എന്നെ എത്ര ഐശ്വര്യമുള്ള ഒരു മനുഷ്യന് ഇപ്പൊ സിറ്റിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണേ. എല്ലാ ദൈവങ്ങളെ വിളിച്ച് ഒരു വണ്ടി വല്ല ജോയില്, അല്ലാതെ എങ്ങനെ പോകുന്ന? ഇവിടെ ദൈവമുണ്ട്, അങ്ങനെ ഇടപെടില്ല ദൈവങ്ങള്. പ്രാർത്ഥിച്ചു നോക്കാം. ഗണേശ ശരണം ശരണം ഗണേശ. വൈനാക്കളോ ഇതൊക്കെ? സൂപ്പർ 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 സൂപ്പർ. അയ്യോ ഇതൊക്കെ എവിടുന്ന് കശമെടുത്ത് നോക്കുന്നു? കശമാകാണല്ലോ, ഇത് പോസാണിത്, മനസ്സിലായ? കുറച്ച് പൈസ തരും പോകുന്ന വഴിക്കാര്. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിക്കടാ. എന്തൊരു അവസ്ഥയെന്ന് പറയണേ. നമ്മൾ ഈ സമയം കൊണ്ട് ഓടിയായിരുന്നെങ്കിൽ ഇപ്പൊ എത്തിയേനെ അവിടെ എയർപോർട്ടിലാ. പിന്നെ നമ്മളടുത്താ. ഓക്കെ, എന്നാ എയർപോർട്ടിൽ കയറാം. വാ. സൂപ്പർ ബ്രോ, സൂപ്പർ. അത്രേ ഉള്ളു, പിന്നെ അല്ല. എടാ എടാ നിനക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഹലോ പ്രാർത്ഥിച്ചോ ദൈവം വന്നു. ഓ വന്നല്ലേ? അയ്യോ പോലെ പോലെ ഹലോ ഹലോ. Hi bro, my name is Judas. Nice to meet you. വന്നല്ലേ ഇവിടെ? ഇതാരാണ്? ഹലോ. ദൈവമുണ്ട് ഇവിടെ. ഒരു മിനിറ്റ്. ദൈവം ഇവിടെ ഉണ്ടെങ്കിലേ ഇവനില്ലേ, ഈ എന്താ ഇവന്റെ പേരെന്തായിരുന്നു? വ്രോങ്ങർ. ഹലോ ദൈവമേ, വണ്ടിയുടെ കാര്യങ്ങളൊന്നും ഇവനെ ഏൽപ്പിക്കരുത്. എന്റെ ഒരു വണ്ടി കൊണ്ടുപോയി നശിപ്പിച്ച് തന്ന. എടാ അതിനിപ്പം ബോഡി ഇല്ല, എഞ്ചിൻ ഇല്ല, സൗണ്ട് ഇല്ല, എക്സോസ്റ്റ് ചെയ്യുന്ന വെള്ളമാണ് വരുന്നത് അതിന്ന്. വ്രോങ്ങറെ, നീ എന്റെ പഴയ വണ്ടി എനിക്ക് തരണം. തരണം. സരക്കെ ഓക്കെ, അഡ്മിൻ പോയി. സരക്കെ ബാ കേറ്, നമുക്ക് ഈ വണ്ടി പോവാം. H2 ഹോട്ട് വയറോ? ഇത് എങ്ങനെ വയറിങ് ചെയ്യും? ഇല്ല അല്ലല്ല, ഇത് എങ്ങനെ പറഞ്ഞാ ഞാൻ ചെയ്തു നോക്കാം. അളിയാ, ഒരു 7-8 വയറ് താഴോട്ട് തൂങ്ങി കിടക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ. കൂട്ടിമുടിക്കണം. ആ വയർ അനങ്ങുന്നില്ല. ശബ്ദം വരുത്തേ അപ്പഴേ സ്റ്റാർട്ട് ആകത്തോളൂ. ഒറ്റയ്ക്ക് പോലെ അത് ഫെയിലായി.
ഒരേ ചാൻസ് എനിക്ക് തരുമോ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ ചെറിയൊരു സ്പാനർ പ്രശ്നമായിരുന്നു. അത് സ്പാനർ മാറി കുത്തിയതാണ്. അതല്ലെങ്കിൽ മറ്റേ കടിച്ചു വലിച്ചു പിടി. എന്നിട്ടാണ് ഷോക്ക് അടിച്ചിരിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തി തിരിച്ചാ മതി. വണ്ടിക്ക് തീ പിടിച്ചേ. ഇത് പച്ചയാണ് കേട്ടോ. പച്ചയാണ്, വെറുതെ അല്ല വാസന. പച്ചയാണ് ഒരു ചാൻസ് അടിക്കുന്ന ഇപ്പൊ ഡിഫറന്റ് നീ കേട്ടാ ഇവിടെ മറ്റേ ഇതിന് നമ്മളിവിടെ നിന്റെ ടാക്സി ഡ്രൈവേഴ്സ് ഒന്നും അല്ല കേട്ടാ. ബാക്കി പാട്ടും പാടി കാറ്റും കൊണ്ടിരിക്കുന്നു. അതൊക്കെ പറ്റും. അതല്ല വേണമെങ്കിൽ ഞാൻ പാടി എടുക്കാം. നിങ്ങള് അതെ പണിയെടുത്ത ശീല. അടുത്ത ദൈവം ഒരെണ്ണം ശരിയായേ. ഇല്ല ഞാൻ ചെയ്യാം. അസുവിനെ കൊണ്ട് പറ്റൂല. ഒന്ന് മാറും. മണിക്കൂറായാലും വയറിൽ തൂങ്ങി കിടക്കാതെ ഒന്ന് മാറ്. നമ്മള് വിചാരിച്ചപ്പോ തീരും. ഇതിനാണ് ഇത്ര സമയം കളയുന്നത്. കമ്പി വലിച്ചിട്. അല്ല നേരത്തെ വാസുപ്രോ അല്ലേ പറഞ്ഞത്? നമ്മള് അറിയാതെ വാസുപ്രല്ലേ പറഞ്ഞത് അറിഞ്ഞാത്ത കാര്യം അറിഞ്ഞോളാന്ന് പറയുന്നത് നല്ലതെന്ന്. അറിയാമെങ്കിൽ നേരത്തെ ചെയ്യൂലായിരുന്നാ. ആളവിടെ എന്താണ് എന്താണ് ഈ കാണിക്കുന്നത്? വേറെ വയറൊന്നും അനങ്ങളില്ലടാ. എഞ്ചിന്റെ ഊപ്പട അളക്കിന്നാണ് കേക്കുന്നത്. അത് ആളെ വെളിയിറക്കി എന്നെ കൊണ്ട് ഇത് പറ്റൂല. നിങ്ങളെന്താന്ന് വെച്ചാ ശരിയാ. വയറ് പിടിച്ച് വലിച്ചു നടക്കുക. ഇത് കൈതിന് വയറ് പോകില്ലേ? റെഡ് വണ്ടി കത്തി. മനസ്സിലായ? റെഡ് ആൻഡ് എല്ലോ ഷോർട്ടേജ്, എല്ലോ ആൻഡ് ബ്ലൂ കണക്ട്. സരക്കെ എനിക്ക് കിട്ടി. സാധനം കിട്ടി. വെതർ വോട്ടിങ്ങോ? അതെന്തിരി? സരക്കെ സാധനം കിട്ടി. സരക്കെ ചെയ്യോ എന്റെ തീർന്നതാ. തീർന്നു പറഞ്ഞോടുക്കരുത്. എനിക്ക് മാത്രം പറഞ്ഞ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാല് റെഡ് വയറല്ലേ അത് കട്ട് ചെയ്യാം. അതിനുശേഷം യെല്ലോ കട്ട് ചെയ്യാം. അതിനുശേഷം ബ്ലൂ കട്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റിലുള്ള ബ്ലൂ എടുത്ത് താഴോട്ട് യെല്ലോ എന്നിട്ട് റെഡും കൂട്ടി വിട്ടിക്കാം. അപ്പൊ സ്റ്റാർട്ട് ആവും. കേട്ടാ ചെയ്ത്. പക്ഷെ എന്നിട്ട് സ്റ്റാർട്ടായത് ഈ പറഞ്ഞൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഞാൻ മറ്റേ വണ്ടി ട്രൈ ചെയ്ത് നോക്കട്ടെ. ആദ്യം എല്ലാ വയറും എല്ലാ വയറും കട്ട് ചെയ്യണം. ഈ പച്ച കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഇല്ല പച്ച ഇല്ല. എന്നിട്ട് നീല പിടിച്ച് മഞ്ഞയിലോട്ട്. നീലയും മഞ്ഞയും തമ്മിൽ ബന്ധമില്ല. മേളത്തെ നീല പിടിച്ച് കൊടുത്ത് എന്നിട്ട് ആ റെഡ് കൂടി റെഡ് മുട്ടിച്ചാ മതിയോ? ചില സമയത്ത് കണക്ട് ആവൂല. റെഡ് മുട്ടിച്ചിട്ടൊന്നും വരുന്നില്ല. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ ഇരുന്നോളാം. നടപടിയാവുമല്ലോ. നടപടിയാവുന്ന കേസല്ലേ ഇത്? വണ്ടിയുടെ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ആയിട്ടില്ല. വീണ്ടും
എടാ വണ്ടിയിൽ ഫ്യൂവൽ ഇല്ലടാ, ഫ്യൂവൽ ഇല്ല. ഫ്യൂൽ ഉണ്ട് ഫുൾ ടാങ്ക ഫുൾ ടാങ്ക ഫ്യൂല് ഫുൾ ടാങ്ക. സരക്ക് നീ വണ്ടിപ്പണിയായ നിനക്ക് ഇവിടെ? എടാ പെട്രോൾ ഇല്ലടാ ഇതിനകത്ത്. ഫ്യൂവൽ ഉണ്ടോ വാസണ്ണ? ഇല്ല. ആ ഇറക്കണേ നിർത്തണ്ട, വെച്ച് കൊടുത്തോ. പോട്ടെ 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 സരക്കെ, പോട്ടെ 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 പോട്ടെ. നിന്നാ സരക്കെ ശബ്ദമില്ല കേട്ടാ നിനക്ക്. ആ വണ്ടി നമ്മള് വന്ന വണ്ടി, എടാ അത് ഞങ്ങള് വന്ന വണ്ടി, അതിന് ഫ്യൂൽ ഇല്ല. അതിന് ഫ്യൂൽ ഇല്ല. കേറാൻ പറ്റാത്ത സരക്കിന് എന്തോ പറ്റിയേട്ടാ. സരക്ക് നിന്റെ ശബ്ദമില്ല നിനക്ക്, നിന്റെ ശബ്ദമില്ല. ഹലോ പുള്ളി സരക്ക് കത്തി, സരക്ക് കത്തി. സരക്കിന് ആദ്യമേ എന്തോ പിയൽ എന്തോ ആയിരുന്നു കേട്ടാ. ഞാൻ ഹോട്ടറിയാ വാ വണ്ടി കയറി. വാസണ്ണ എടാ ഞാൻ ചെയ്യാം മാറ ഈ വട്ടം ഞാൻ ചെയ്യാം. മാറപ്പാ. നീ എഞ്ചിൻ എടുത്ത് വെളി വെച്ചാ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഈ വട്ടം ഈസിയാണേ. ആദ്യം റെഡ് കട്ട് ചെയ്യാ, ബ്ലൂ കട്ട് ചെയ്യാ, ഇത് കട്ട് ചെയ്യാ. പറ്റൂ. അതെ ഇത് ഇങ്ങോട്ട് പിടിച്ച് അത്രേ ഉള്ളു. ഇവരെ രണ്ടുപേരെ ഒന്നാക്കി. ചോക്കടിച്ച് പലതിരിക്കും. നെക്ക് വാസണ്ണ വലിച്ചിട്, പിടിച്ച് നിക്ക്. ഇറക്കി വെക്കി. ശബ്ദം ഉണ്ടാക്ക്. വേണേ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തോ. ആയാ ആള് ചോക്കടിച്ച് ചത്തിരിക്കാതെ വണ്ടിയിലെടാ ഹോട്ട് വെയർ ചെയ്തടാ, പക്ഷെ ഇതില്ലടാ, ഫ്യൂവലില്ല. വണ്ടി ഫ്യൂവലില്ല. എനിക്ക് ഫ്യൂവൽ ഉണ്ട്, ഞാൻ ചെയ്തോ. ഓ ആൾക്കാരെ POV അനുസരിച്ചിരിക്കട്ടെ. എന്നാ ചെയ്, എനിക്ക് ഫ്യൂവലില്ല. ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. എടാ ആദ്യം 3 വയർ കട്ട് ചെയ്യ്, ഈസി. മാറിക്കോ ഇപ്പൊ ഇറങ്ങാനും പറ്റില്ല. ഈ പെട്ടിയൊക്കെ കയ്യിൽ നിന്ന് മാറ്റുന്നല്ലേ ഒരു പിടുത്തം ആദ്യം ഇല്ല. ആദ്യം ഇത് വിസ്പറാ. എടാ മന്ദബുദ്ധികളെ, ആദ്യം 3 വയറും കട്ട് ചെയ്യ്. ഇതിൽ 5 വയറുണ്ട്. എടാ 3ഉം യെല്ലോയും റെഡും ബ്ലൂവും കട്ട് ചെയ്യ്. അതെങ്ങനെ കട്ട് ചെയ്യാ? കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നഖത്തിന്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ തിരുമണം. എന്റെ പൊന്നു ദൈവമേ, എന്തെങ്കിലും ഒന്ന് എടുത്തു തരൂ, ഞങ്ങളല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ പറ്റൂല. റോക്സ് ഒന്ന് വരണം കൂടെ, എല്ലാം ഒന്ന് പറഞ്ഞു തരണം. വാ. കോച്ചി പിടിച്ചു ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇത് ഭയങ്കര എളുപ്പം കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമായി. സിറ്റി ടൂർ വിൽ ബിഗിൻ ഷോർട്ട്ലി. സിറ്റി ടൂർ ഉണ്ട്, ഇവിടുന്ന് എയർപോർട്ടിന്റെ അവിടുന്ന് ബസ് ഉണ്ട്. റോക്സി രാത്രി പകലാക്കാൻ പറ്റും? രാത്രി പകലാക്കാം. വേറൊന്നല്ല, കണ്ണടിച്ചു. ഈസി, ഇത്രേ ഉള്ളു പരിപാടി കഴിഞ്ഞു. റേഞ്ച് അല്ല നീ സരക്കട തിരിച്ചു വരുമ്പോ അവിടെ അല്ലേ വരുന്നത്? അതെ. എല്ലാവർക്കും കൂടെ പോണായിരുന്നു, അങ്ങോട്ട് പോണേ. സരക്ക് ഇപ്പൊ എവിടോട്ടാ പോണ്ടേ റോക്സേ? നമുക്ക് ഫസ്റ്റ് ഇവിടെ ആൾക്കാരെല്ലാം വന്നെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ ടൂറ് കൊണ്ടുപോകുന്നുണ്ട് ബസ്സിലെ. ടിവിയിലെ എല്ലാരും ഒന്ന് വിളിക്കുവോ? ബാക്കി കോമൺ ആൾക്കാരുടെ കൂടെ വേണ്ട, ഞങ്ങൾ എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ടിവിയിലെ നമുക്ക് സെപ്പറേറ്റ് ബസ് എടുക്കാം. നേരെ എയർപോർട്ടിന്റെ ഫ്രണ്ടിലോട്ട് പോകാം, മേലോട്ട് പോകാം. സരക്ക് വരട്ടെ. അല്ല ഇന്ന് എത്ര പേരുണ്ട്? ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് ഇടിക്കോ വാസണ്ണ? ഒരു എഫക്റ്റ് കാണാം. ഓ ആണല്ലേ, ഇതുണ്ടല്ലേ ഈ സാധനം. ഇതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾ മുമ്പേ വന്നപ്പോ പറഞ്ഞത്. ഓ ഇത് കണ്ട, വണ്ടി ഇടിക്കുമ്പോ ഇതപ്പൊ നോർമലി വണ്ടിയായിട്ട് ഇടിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും അത്? ഉണ്ടാവും. വണ്ടി തീർന്നു. ആ സാധനം ഉണ്ട്, ആ റിയലിസ്റ്റിക് മറ്റേ സംഭവം ഉണ്ട്. അയ്യോ കണ്ടില്ലേ? അയ്യോ എന്തൊക്കെ വിശേഷം? നീ ഇല്ലാത്തോണ്ടൊരു സമാധാനം ഉണ്ട്. ഇപ്പൊ വണ്ടിയൊക്കെ മര്യാദക്ക് ഓടിക്കാം. ഞാനിവിടുത്തെ മാർബിൾ കസിൻസിലുണ്ട്. ഉണ്ടല്ലേ? പിന്നെ പുതിയ സെർവർ കണ്ടുപിടിക്കാം. ഞാൻ ഇല്ലാണ്ട് എന്ത് വണ്ടി? നീ ഇല്ലാണ്ട് എന്ത് വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബമ്പർ ഒരു താഴെ വേണോ? ഈ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇതിനൊക്കെ. അതെ, പവർ കൂടിയുണ്ട്. അതെ. മെക്ലാബ് എന്ന് പറഞ്ഞ് ഞാൻ ഇത്രക്ക് ടെൻഷൻ അടിച്ചില്ലെന്നോ? മെക്ലാബിന് ഇത്ര ടെൻഷൻ അടിച്ചില്ല. എല്ലാരും വരുന്ന അപ്പുറത്താണ്. എവിടെ വരുന്നത്? എവിടെ? എയർപോർട്ടിനകത്ത്. ഓ
എന്തൊക്കെ പറഞ്ഞാലേ ശുഭ തുടക്കം അല്ലേ അണ്ണാ? അതെ ചന്ദ്രൻ ഒരാരും വന്നില്ല റോക്സ്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചുപേര്. ആ ദേ കേറി ഇരിപ്പുണ്ട്. ടി വി സ്നൈപ്പ് ഒക്കെ എന്റെ അടുത്തുണ്ട്. ഉണ്ടോ? കുലാൻ സ്നൈപ്പ്. ആ ഹലോ ഹലോ ഓ ഡൂഡുച്ചി. വാ, ഗ്ലാനെ, വാ. എടാ, അതൊക്കെ കറി. ഞാൻ ഇവിടെ വന്ന് ആദ്യം സംസാരിച്ച് ഡൂഡ് വെച്ച് എടുത്താണ്. അത്രേ സിറ്റി ടൂർ ഉണ്ടെന്ന് പറയാനായിട്ട് ചേട്ടാ. സിറ്റി ടൂർ ആ വാസണ്ണ ഹായ്. ഇതാ ഇറ്റാച്ചി മോനെ. വില്ലമോനെ ആരൊക്കെ ഉണ്ട്? ബാക്കി ആരൊക്കെ ഉണ്ട്? അണ്ണാ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ്. ഓ, ഞാനത് ആദ്യമേ തുടങ്ങട്ടെ, പിന്നെ ഫോളോവേഴ്സ് കേറൂല. എടാ ഫോണില്ലേ? ഹലോ സിറ്റി അടിച്ചോ? ഹലോ ഹലോ